എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചിന്നമസ്ത തത്വമാണ്. വളരെ 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 ഉയർന്ന ഒരു തത്വമാണ്. സാധാരണഗതിയിൽ ഇതിനെ എന്താ പറയാ, ചിന്നമസ്തയുടെ തത്വത്തെ നമുക്ക് ഒരു സാധാരണഗതിയിൽ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഈ ത്രിപുര ഭൈരവി വരെയുള്ളവരെ നമുക്ക് ഒരു വിധത്തില് സാധാരണ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം അല്ലെ. ദേവിയുടെ ആവിർഭാവമാണ്, ഇന്ന എന്താ പറയാ രൂപങ്ങളാണ് അല്ലെ, ദേവി ധരിച്ചിരിക്കുന്ന എന്താണ്, വസ്ത്രങ്ങൾ, ബാഹ്യരൂപം, സ്ഥൂലം, സൂക്ഷ്മം, കാരണം എല്ലാം നമുക്ക് പറയാൻ പറ്റും. അതേസമയം ചിന്നമസ്ത എന്ന് പറയുന്ന ആ ആറാമത്തെ വിദ്യ എന്ന് പറയുന്നത് ഭഗവതി, ആ ഭഗവതിയുടെ തത്വം എന്ന് പറയുന്നത് വളരെ വളരെ ഗഹനമാണ്. കാരണം അതിന്റെ വാക്കുകളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം അത് എന്താ പറയാ, അടുത്ത തലം എന്ന് പറഞ്ഞാൽ നമ്മള് സൂക്ഷ്മം, സൂക്ഷ്മതരം, സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം എന്നിങ്ങനെ നമുക്ക് സാധാരണഗതി തന്ത്രശാസ്ത്രത്തിൽ പറയാറുണ്ട് അല്ലെ. ഇപ്പൊ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മം, സൂക്ഷ്മതരം, ഇനി ഇപ്പൊ പറയാൻ പോകുന്ന ഈ ചിന്നമസ്ത, ധൂമാവതി, ഇവര് രണ്ടുപേരും ഒക്കെ എന്താ പറയാ, സാധാരണ ഉപാസനാ മാർഗം പോലും ഇത് വളരെ വളരെ ഉയർന്ന ഉപാസകർ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഇതിന്റെ തത്വം പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ വളരെയധികം ഉയർന്ന ഉപാസനാ ബലമുള്ളവർക്ക് മാത്രമേ സാധ്യമാകുള്ളൂ. ഇതിനെ നമുക്ക് സാധാരണഗതിയില് എന്താ പറയാ, അതിന്റെ അർത്ഥം പറഞ്ഞു പോവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് ആ രീതിയിൽ മാത്രമേ ഇതിനെ ചിന്നമസ്ത ദേവിയുടെ തത്വവും എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിന്റെ വാക്കുകളൊക്കെ കുറച്ച് കഠിനമാണ്. ഇത് വീണ്ടും 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 കേട്ട് ചിന്നമസ്തയുടെ മന്ത്രം ഉപാസിച്ച് ചിന്നമസ്ത മന്ത്രം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് തുറന്ന് ഇതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് പൂർണ്ണദീക്ഷ കിട്ടുന്നതിന് മുമ്പേ തന്നെ ദശമഹാവിദ്യ മന്ത്രങ്ങളെല്ലാം കിട്ടിയിരുന്നു. എല്ലാം പുരസ്ചരണം പോലെ ഇത്ര ഒരു ജപിക്കുകയും ചെയ്തിരുന്നു. അല്ലാതെ ചിന്നമസ്ത തത്വം പോലും നമുക്ക് പറയാൻ പാടില്ല എന്ന് നമ്മുടെ എന്താ പറയാ, നമ്മുടെ മാർഗം, അതായത് നമ്മുടെ ഈ കൗള മാർഗത്തിൽ പറയുന്നുണ്ട്. കാരണം അതൊക്കെ അത്രയും ഉയർന്ന ഉപാസന തത്വങ്ങളാണ്. കാരണം അത് സൂര്യനെ ബേസ് ചെയ്ത്, ആ ഒരു സൂര്യ തത്വത്തെ ബേസ് ചെയ്താണ് ചിന്നമസ്ത തത്വങ്ങളെല്ലാം തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത്. എങ്കിലും എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ വളരെ വളരെ എന്താ പറയാ, പെരിഫറിയിൽ നിന്നുകൊണ്ട് ആ മഹാതത്വങ്ങളൊക്കെ നിങ്ങൾ തന്നെ അത് കേട്ട് മനനം ചെയ്ത് എന്താ പറയാ, നിധിധ്യാസനം ചെയ്ത് നമുക്കതിന്റെ തത്വങ്ങളിലേക്ക് പോകേണ്ടതാണ്. പേഴ്സണലി ആർക്കെങ്കിലും അതിൽ സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എനിക്ക് അറിയുന്ന പോലെ വഴികാട്ടി തരാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും ദശമഹാവിദ്യകൾ പറയണം, കേൾക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തില് ബേസ് ചെയ്തിട്ട് ഞാൻ ചിന്നമസ്തയുടെ തത്വത്തിലോട്ട് പോവുകയാണ്. കാരണം അത് എന്താ പറയാ, ആറാമത്തെ മഹാവിദ്യയാണ് ചിന്നമസ്ത ഭഗവതി അല്ലെ. പഞ്ചമി ദേവത എന്നും പ്രചണ്ഡ ചണ്ഡിക എന്ന് മാത്രമല്ല, പ്രചണ്ഡ ചണ്ഡിക, ഇങ്ങനെ വൈരോചിനി, വജ്ര വൈരോചിനി, ഇതെല്ലാം ദേവിയുടെ പേരാണ്. എന്തൊക്കെയാണ് ആ ദേവിയുടെ? പ്രചണ്ഡ ചണ്ഡിക, വജ്ര വൈരോചിനി, ഇത് മൂന്നും ദേവിയുടെ പേരാണ്. ചിന്നമസ്ത എന്ന് പറഞ്ഞാല് ആ ഒരു വീരരാത്രി വിദ്യയാണ്. അപ്പൊ നമ്മൾ വീരദേവതകളെ ആരാധിക്കില്ലേ, അപ്പൊ അതുപോലെ ഒരു ഉയർന്ന തലമാണ് എന്താ പറയാ ചിന്നമസ്തയും. അപ്പൊ ദേവിയുടെ ശിവനെ എന്താ പറയുന്നത്? കബന്ധൻ. ദേവിയുടെ ശിവന്റെ പേര് കബന്ധം. കബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? തലയില്ലാത്ത, ശിരസില്ലാത്ത ശരീരത്തെയാണ് നമ്മൾ കബന്ധം എന്ന് പറയുന്നത്. അപ്പൊ കബന്ധ ശിവന്റെ മഹാശക്തിയാണ് ചിന്നമസ്ത. അപ്പൊ കബന്ധ ശിവൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, തലയില്ലാത്ത ശിവൻ, ആ ശിവന്റെ ശക്തിയാണ് എന്താ പറയാ ചിന്നമസ്ത. അപ്പോ ആ ഒരു കബന്ധ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? അപ്പൊ കബന്ധ ശബ്ദത്തിന്റെ അർത്ഥം പറയുന്നത് നമുക്കിങ്ങനെ അതിന്റെ ശ്ലോകം ഒന്ന് നോക്കാം. കബന്ധ ശബ്ദത്തിന് കസ്യ പ്രാണവായോ ബന്ധ ആശ്രയ കബന്ധ കം സുഖം ബധ്യതേ രുധ്യതേ അസ്മാത് ഇതി കേന വായുന ബധ്യതേ സമ്പദ്ധ്യതേ ഇതി കേന വായുന ബധ്യതേ ഇതി തദ്ദേഹസ്യ ശിരശൂന്യത്വേ അഭിവായോ സമഗ്നി ഭാവേന വായുന സംബന്ധ സത്വാത് ക്രിയാസംഭവ ഇതി ബോധ്യം. ഇതാണ് കബന്ധ ശിവൻ. കബന്ധം എന്ന് പറഞ്ഞാൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്താണ് ഇത് പറയുന്നത്? അപ്പൊ ഇത് ചിന്നമസ്ത ദേവി എന്ന് പറഞ്ഞാൽ ആരാ? തലയില്ലാത്ത ദേവി. അപ്പൊ കബന്ധ ശിവന്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നവൾ അല്ലെ. അപ്പൊ ദേവിയുടെ സ്വഭാവം എന്താ? കബന്ധം തന്നെയാണ് അല്ലെ. അപ്പൊ എന്താണ് ഈ കബന്ധം എന്ന് പറയാണ്? തന്റെ ശിരസ് സ്വയം ഛേദിച്ച്, വേറൊരാൾ ഛേദിച്ചതല്ല, തന്റെ ശിരസിനെ തന്നെ ഛേദിച്ച് സ്വയം ധരിച്ചു കൊണ്ടിരിക്കുന്ന സ്വരൂപത്തിലാണ് ചിന്നമസ്ത ദേവിയുടെ സങ്കല്പം.
അപ്പൊ ദേവിയാകട്ടെ അസ്ഥി കൊണ്ടുള്ള മാലയാണ് ധരിച്ചിരിക്കുന്നത്. അപ്പൊ പ്രാണതോഷിണി എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ശത്രുനാശകിയായിരിക്കുന്ന ചിന്നമസ്ത. ഈ ദേവി പരശുരാമന്റെ ഉപാസനാമൂർത്തിയാണ്. അത് ഏറ്റവും നമ്മൾ അറിയപ്പെടുന്നത് പുരാണങ്ങളില് ഈ പരശുരാമന്റെ ഉപാസനാമൂർത്തിയായിട്ടാണ് ചിന്നമസ്ത അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ഈ ഗുരുക്കന്മാരില് ഗുരു ഗോരഖ്നാഥ് എന്ന് പറയുന്ന അദ്ദേഹം ചിന്നമസ്തയുടെ ഉപാസകനായിരുന്നു. പിന്നെ ഈ കുറച്ചു കാലത്തിന് മുമ്പായിട്ട് രമണാശ്രമത്തില് ആ ഒരു എന്താ പറയാ കാവ്യഖണ്ഡ മുനി എന്ന് പറയുന്ന ഗണപതി ചിന്നമസ്ത ഉപാസകനായിരുന്നു. അവര് വളരെ വളരെ റെയർ ആണ് ഈ ദേവിയെ എടുത്ത് ഉപാസിക്കുന്നവര്. കാരണം വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ തത്വത്തെ നിരൂപണം ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ചിന്നമസ്ത ദേവിയുടെ തത്വത്തെ ഒന്ന് നിരൂപണം ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ അത് തുടങ്ങേണ്ടത് എവിടുന്ന? വാങ് തോ വൈ യജ്ഞ. ഇത് യജ്ഞത്തിന്റെ, അതായത് ഞാൻ പറഞ്ഞില്ലേ സൂര്യനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം വരുന്നത്. അപ്പോ സൃഷ്ടിയുടെ മൂലമായിട്ട് 5 യജ്ഞങ്ങളെയാണ് പറയുന്നത്. എന്തൊക്കെയാണത്? പാകയജ്ഞം, ഹവിർ യജ്ഞം, മഹായജ്ഞം, അതിയജ്ഞം, ശിരോയജ്ഞം. അപ്പൊ നമുക്ക് എന്താ പറയുക, സൃഷ്ടി ഉണ്ടാകുമ്പോൾ 5 യജ്ഞങ്ങള് ഈ പറയും പോലെ നമ്മള് ബൃഹദാരണ്യ ഉപനിഷത്തില് നമ്മൾ എന്താണ് ഈ പറഞ്ഞ പ്രപഞ്ചം എങ്ങനെ വരുന്നു അല്ലെ, സൃഷ്ടി തത്വം എന്താണ്? അപ്പോ ഈ കഠോപനിഷത്തിൽ ചോദിച്ച പോലെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു, എങ്ങനെയാണ് ഒരു ജീവൻ വീണ്ടും പ്രപഞ്ചത്തിലേക്ക് വരുന്നതെന്ന് ആ ഒരു എന്താ പറയാ നചികേതസിന്റെ ചോദ്യത്തിന് യമൻ ഉത്തരം പറയുന്നതിന്റെ പഞ്ചാഗ്നി എന്ന് പറയുന്ന 5 അഗ്നികൾ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാകുന്നതെന്ന് ബൃഹദാരണ്യ വളരെ വിശദമായിട്ട് 2.5 മണിക്കൂറോളം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണിത്. എന്താണ് പഞ്ചാഗ്നി, എന്താണ് സൃഷ്ടി, എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത്, ഓരോരുത്തരും എന്തൊക്കെ ത്യാഗം ചെയ്യുന്നത് കൊണ്ടാണ് ഈ സൃഷ്ടി ഉണ്ടാകുന്നത്, എന്തൊക്കെ ത്യജിച്ചാലാണ്, എന്തിന്റെയൊക്കെ ത്യാഗം കൊണ്ട് മാത്രമേ അമൃതത്വം കിട്ടൂ എന്ന് പറയാൻ കാരണം എന്താ? ത്യാഗം കൊണ്ട് മാത്രമേ സൃഷ്ടി ഉണ്ടാവുള്ളൂ. അത് മനുഷ്യന്റെ അല്ല പറയുന്നത്, എല്ലാ പ്രപഞ്ച ശക്തികളുടെയും ത്യാഗത്തെ, അതിനെയാണ് നമ്മൾ യജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ സൃഷ്ടി ഉണ്ടാവാൻ കാരണമായിട്ട് 5 യജ്ഞങ്ങൾ, പഞ്ചയജ്ഞങ്ങളെയാ പറയുന്നത്. അതിനെയാണ് നമ്മൾ പാകയജ്ഞം, ഹവിർ യജ്ഞം, മഹായജ്ഞം, അതിയജ്ഞം, ശിരോയജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ സ്മാർത്ഥമായിരിക്കുന്ന യജ്ഞത്തെയാണ് നമ്മൾ പാകയജ്ഞം എന്ന് പറയുന്നത്. ഇതിനെ ഗുഹ്യയജ്ഞം അല്ലെങ്കിൽ ഏകാഗ്നി യജ്ഞം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിശദീകരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ പഞ്ചാഗ്നി, അതായത് ഈ സൃഷ്ടി എങ്ങനെ വരുന്നു, എങ്ങനെയാണ് ഈ പഞ്ച അഗ്നികൾ വരുന്നത്, അത് നമ്മുടെ ഇതിലുണ്ടാകും. നമുക്ക് നിങ്ങൾ കേൾക്കുക. കാരണം ഇതിനെ ഓരോന്നും നമുക്ക് വിശദീകരിക്കുന്ന ബൃഹദാരണ്യ ഉപനിഷത്തിലാണ് ഈ അഗ്നികളെല്ലാം ചേർന്ന് എങ്ങനെയാണ് ഒരു പ്രാണൻ, ഒരു ജീവൻ ശരീരം വിട്ടുപോയി കഴിഞ്ഞ് എങ്ങനെയാണ് അടുത്ത ശരീരം സ്വീകരിക്കുന്നത്, സൃഷ്ടി എങ്ങനെ ഉത്ഭൂതമാകുന്നു, വളരെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രമേ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിതിനെ പറയുന്നത് എന്താ? 5 യജ്ഞങ്ങളാണ് ഇതിന് കാരണം. അപ്പൊ ഇതില് അഗ്നിഹോത്രം, ദശപൗർണമാസ്യം, ചാതുർമാസ്യം, പശുബന്ധം ഇത്യാദികളെ കൊണ്ടാണ് എന്താ പറയാ ഈ യജ്ഞങ്ങളെ പറയുന്നത്. അപ്പൊ ഈ ഹവ്ർ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അഗ്നിഹോത്രം ചെയ്യുന്ന ദിവസം അഗ്നിയെ യജിപ്പിക്കുക, ദശപൗർണമാസ്യം, ചാതുർമാസ്യം, പശുബന്ധം, ഇവയാണ് നമ്മൾ ഹവിസ് ഹോമിക്കുന്നതിനെയാണ് നമ്മൾ ഹവ്ർ യജ്ഞം എന്ന് പറയുന്നത്. പിന്നെ ഇനി പഞ്ചയജ്ഞങ്ങൾ മനുഷ്യന് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്? ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, പിതൃയജ്ഞം, ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം, ഇല്ലേ? ഇതിനെയാണ് നമ്മൾ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ അഗ്നിചയനം, രാജസൂയം, അശ്വമേധം, വാജപേയം, ഇതാണ് അതിയജ്ഞം. അപ്പോ ഈ പറഞ്ഞ നമ്മൾ ചിന്ന ശീർഷോ വൈ യജ്ഞ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് കബന്ധം എന്ന് പറയാൻ കാരണം? ചിന്ന ശീർഷോ, ശിരസ് ഇല്ലാത്തതിന്, ഇതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. ഇത് ശ്രുതി പറയുന്നതാണ്. അപ്പൊ ഈ എല്ലാ യജ്ഞങ്ങളും ചിന്ന ശീർഷമാണ്. കാരണം എല്ലാത്തിന്റെയും മസ്തകം ഛേദിക്കപ്പെട്ടതാണ്. എന്താ കാര്യം? കാരണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ സൃഷ്ടി ഉണ്ടാവുള്ളൂ. അപ്പൊ പൗരാണികമായിരിക്കുന്ന ഈ ഒരു ഹയഗ്രീവ ഉപാഖ്യാനത്തില് ഗണപതി വാഹനനായിരിക്കുന്ന മൂഷികന്റെ സഹായത്തോടു കൂടി അതായത് ധനുസില് യജ്ഞത്തിന്റെ അവസാനം വിഷ്ണു തല വെച്ചുറങ്ങിയെന്നും നമ്മൾ കഥ കേട്ടിട്ടുണ്ട് അല്ലെ. ആ ഒരു ധനുഷത്തിന്റെ ഞാണ് മുറിക്കാൻ ഉറങ്ങിക്കിടന്ന വിഷ്ണു നമ്മൾ ചിതൽപുറ്റുകളാണ് അതിൽ പറയുന്നത്. പക്ഷെ ഇതിൽ പറയുന്നത് എന്താണ്? ഗണപതിയുടെ വാഹനമായിരിക്കുന്ന മൂഷികൻ. അപ്പൊ ആ മൂഷികനെ അയക്കുകയും ഞാണ് മുറിച്ചപ്പോൾ എന്ത് ചെയ്തു? വിഷ്ണുവിന്റെ ശിരസ് ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു നിരൂപണം നമുക്ക് കാണാൻ പറ്റും. ആ ഹയഗ്രീവ ഉപാഖ്യാനത്തിലാണ് ഇത് കാണുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ചിന്ന ശീർഷ സംബന്ധമായിട്ട് എടുക്കണം. കാരണം പ്രത്യേക യജ്ഞത്തിന്റെ അവസാനത്തില് ശിരസന്ധാനത്തിന് വേണ്ടി, അതായത് ശിരസിനെ ചേർക്കുക,
ഏതൊരു യജ്ഞമാണോ ചെയ്യപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ശിരോയജ്ഞം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അതിനെന്താണ്? അപ്പൊ ശിരസ് പോയി കഴിഞ്ഞ് വിഷ്ണുവിന്റെ ശിരസ് പോയപ്പോ എന്താ ചെയ്തത്? ഒരു കുതിരയുടെ ശിരസ് കൊണ്ടുവന്ന് ചേർത്തു. അതിനെയാണ് നമ്മൾ ഹയഗ്രീവ രൂപം, വിഷ്ണുവിന്റെ ഹയഗ്രീവ അവതാരം അതാണ്, അല്ലെ? കുതിരയുടെ ശിരസ്. അപ്പൊ ഈ ശിരസ് എന്താ പറയാ തെറിച്ചു പോയിട്ട് എന്താ ചെയ്യണത്? വേറൊരു ശിരസിനെ ചേർക്കുക. ആ യജ്ഞം, അതിനെയാണ് നമ്മൾ ശിരോയജ്ഞം എന്ന് പറയുന്നത്. ഇതില്ലാതെ ചെയ്യുന്ന യജ്ഞം ശിരസില്ലാത്ത പോലെയാണ്. ഈ യജ്ഞത്തെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളില് പ്രവർഗയാഗം, ധർമ്മയാഗം, മഹാവീര ഉപാസന, സാമ്രാട്ട് യാഗം എന്നൊക്കെയുള്ള നാമത്തിലാണ് പറയുന്നത്. അപ്പോ സൂര്യനെ എന്താ പറയാ ഉപാസിച്ചുകൊണ്ട്, സൂര്യനാണ് നമ്മുടെ അഗ്നിഹോത്രങ്ങൾക്കൊക്കെ പ്രധാനം, ഇല്ലേ? അപ്പോ ആ ഇനി നമുക്ക് ശിവനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മഹാദേവൻ എന്ന് പറയുന്ന ശിവനാണ് എല്ലാ പ്രാണികളുടെയും ആത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, അല്ലെ? ശിവനാണ് ജീവനായിട്ട് തീരുന്നത്. അപ്പൊ എല്ലാത്തിലും ആത്മസ്വരൂപമായിട്ട് പ്രവേശിച്ചിരിക്കുന്നത് ഈ ദേവനാണ്. അപ്പൊ ഈ യജ്ഞാവയവങ്ങളില് ബ്രഹ്മോദനത്തിന്റെയും പ്രാവർഗ്യത്തിന്റെയും, ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് വെച്ചാല് ബ്രഹ്മോദനം, പ്രവർഗ്യം. ഈ പ്രവർഗ്യം എന്താണ്, ബ്രഹ്മോദനം എന്താണ് നന്നായിട്ട് മനസ്സിലായെങ്കിൽ ചിന്നമസ്തയുടെ തത്വം നമുക്ക് മനസ്സിലാവുള്ളൂ. വിശേഷമായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം. എങ്ങനെയെന്ന് പറഞ്ഞാല്, ഈ യാതൊരു വസ്തുവിനാണോ ആത്മാവുമായിട്ട് നിത്യ സംബന്ധമുള്ളത് അതിനെ നമ്മൾ ആത്മാവിന്റെ ബ്രഹ്മോദനം എന്നാണ് വിളിക്കുക. ആത്മാവുമായിട്ട് നിത്യ സംബന്ധമുള്ളത് എന്തൊക്കെയാണ് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, ഇല്ലേ? ആത്മാവ് എവിടെയായിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിനുള്ളിൽ. അപ്പൊ നമ്മൾ പറയുന്നു, നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ ഒരു മൃഗശരീരത്തെ സംബന്ധിച്ച് ആത്മാവുമായിട്ട് നിത്യ സംബന്ധമുള്ള എല്ലാ വസ്തുക്കളെയും ബ്രഹ്മോദനം എന്നാ പറയുന്നത്. ആ അന്നം, അതായത് ബ്രഹ്മത്തിന്റെ ഓദനം അഥവാ അന്നം എന്നറിയപ്പെടുന്നു. കാരണം ഈ ബ്രഹ്മം എന്ന് പറയുന്ന ജീവൻ ഇരിക്കാൻ കാരണം എന്താണ്? ഈ ശരീരം ഉണ്ടായത് കൊണ്ടാണ്, അല്ലെ? ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. ആ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിൽ 7 ധാതുക്കള്, സപ്തധാതുക്കളുണ്ട്, ഇല്ലെ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന വേറൊരു തലവും ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ഇതെല്ലാം എന്താണ്? ഈ എന്താ പറയാ ഈ ജീവനുള്ള അന്നമാണ്. അന്നം എന്ന് പറഞ്ഞാൽ കാരണം. നമുക്ക് ശരീരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാരണം എന്താ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അതുപോലെ ആത്മാവിന് ഇരിക്കാൻ ഒരു കാരണമായിരിക്കുന്ന ഈ ശരീരം എന്താണ്? അതിനെയാണ് നമ്മൾ ഓദനം അല്ലെങ്കിൽ അന്നം എന്ന് പറയുന്നത്. ഇതില്ലാതെ മറ്റൊന്നുകൊണ്ടും സ്വീകരിക്കാനാവില്ല. ആത്മാവിന് വേറെ ഒരിടത്തും പ്രകടമാക്കാൻ പറ്റില്ല, ഇല്ലേ? ഒരു ശരീരം എന്ന് പറയുന്ന ഉപാധി ഇല്ലാതെ ആത്മാവിന് പ്രകടീകൃതമാകാൻ സാധ്യമല്ല. അപ്പൊ എന്താണ് ഈ ഓദനം? എന്താണോ അതിനെ പ്രാപിക്കുന്നത്. നമ്മളിപ്പോ ഈ ഒരു സാധന ചെയ്യാൻ സാധനമായിരിക്കുന്ന ഈ ശരീരത്തെ വച്ചുകൊണ്ട് സാധ്യമായിരിക്കുന്ന ഈശ്വരനെ നമ്മൾ തിരിച്ചറിയുന്നു, അല്ലെ? അപ്പൊ ഇതിനെന്താ 3 കാര്യങ്ങൾ വേണം. അതുപോലെ ഇതില്ലെങ്കിൽ നമുക്ക് ഇതിന് സാധ്യമാവോ? ആത്മാവ് എന്താണ്? ആത്മാവ് പ്രകൃതിയില് ഈ പറഞ്ഞ പോലെ വായുമണ്ഡലത്തിലായിരിക്കും നമ്മുടെ ആത്മാവ്. അത് കഴിഞ്ഞിട്ട് ഉപരി ലോകങ്ങളിലേക്ക് പോകും. ആത്മാവിന് പ്രകടമാകണമെങ്കിൽ അതിനൊരു ഉപാധി വേണം. അതിന് ഈ ആത്മാവ് പ്രകടമാകുന്ന മനുഷ്യന്റെ ഉപാധിയാണ് നമ്മൾ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഈ ബ്രഹ്മോദനം എന്ന് പറഞ്ഞാല് ആത്മാവിന് നിത്യസംബന്ധമായിരിക്കുന്നതാണ് അർത്ഥം. ഏതൊരു വസ്തുവാണോ ആത്മാവിൽ നിന്ന് വേർപെട്ട് മറ്റൊരു ആത്മാവിന് അന്നമായിട്ട് തീരുന്നോ അതിനെയാണ് നമ്മൾ പ്രവർഗ്യം എന്ന് പറയുക. കാരണം എന്താ? ഒന്ന് ചീഞ്ഞാൽ ഒന്നിന് വളമാവുന്നൊക്കെ നമ്മൾ പറയും. ഇതിനെ നമുക്ക് ഒരുപാട് താഴോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഒരു ചെടി നശിച്ചു നമ്മൾ പറയില്ലേ? ഇല്ലെങ്കിൽ ഒരു വസ്തു ഇല്ലാതായി. ആ വസ്തു അപ്പൊ നമ്മൾ പറയും ഒന്ന് ചീഞ്ഞാലേ വേറൊന്നിന് വളമാകുന്നു. അതായത് ഒന്ന് ഇല്ലാതായെങ്കിൽ മാത്രമേ അത് വേറൊന്നായിട്ട് തീരുള്ളൂ. മാറ്റം അനിവാര്യമാണ്. അപ്പൊ ഏതൊരു വസ്തുവാണോ ആത്മാവിൽ നിന്ന് വേർപെട്ട് മറ്റൊരു ആത്മാവിന് അന്നമായിട്ട് തീരുന്നുവോ അതിന്റെ പേരാണ്, ഈ ഭാഷയല്ലാതെ നമുക്ക് മാറ്റാൻ പറ്റില്ല, ഇത് വേദഭാഷയാണ്, പ്രവർഗ്യം എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഉച്ഛിഷ്ടം എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാ ഉച്ഛിഷ്ട ഗണപതി, ഉച്ഛിഷ്ട ചണ്ടാലി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഉയർന്നതാണ്, അഴുക്ക് പുരളാത്ത ആ പരമാത്മാവിൽ നിന്ന് നേരിട്ട് വന്നിരിക്കുന്ന പൂർണ്ണമായിരിക്കും ഉച്ഛിഷ്ടം. നമ്മൾ നമ്മുടെ മലയാള ഭാഷയിൽ അതിനെ എച്ചിലെന്ന് പറയും. അപ്പൊ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് നേരിട്ട് ഒട്ടും എന്താ പറയാ നമ്മള് അത്യധിഷ്ഠ ദശാങ്കുലം എന്ന് പറഞ്ഞ ഈ പ്രകൃതി സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദം എന്നൊക്കെ പറയും പോലെ ഈ പ്രപഞ്ചമായതിനു ശേഷം എത്ര ബാക്കിയുണ്ടായിരുന്നോ, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതിനെയാണ് അത്യധിഷ്ഠ ദശാങ്കുലം. ആ 10 അങ്കുലം ബാക്കി, അതിനെയാണ് നമ്മൾ ഉച്ഛിഷ്ടം എന്ന് പറയുന്നത്. ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ ഒട്ടും ആ ബ്രഹ്മം പോലെ തന്നെ യാതൊരു അഴുക്കും പറ്റാതെ പൂർണ്ണമായിരിക്കുന്നതെന്ന് അർത്ഥം.
അപ്പൊ ഇതിന്റെ പേരെന്താണ് നമ്മൾ ഇതിന് പറയുന്നത്? പ്രവർഗ്യം അല്ലെങ്കിൽ ഉച്ഛിഷ്ടം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സൂര്യന്റെ വെളിച്ചം, ഇപ്പൊ സൂര്യനുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ എന്താ അതിനെ പറയുന്നത്? ആ ബ്രഹ്മോദനം എന്ന് പറയും അല്ലെ? സൂര്യന്റെ വെളിച്ചം സൂര്യനുമായിട്ട് ചേർന്നിരിക്കും. അതേ വെളിച്ചം, അതേ ചൂട് സൂര്യനിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ വരുമ്പോൾ അത് എന്തൊക്കെയായിട്ട് തീരണു? വനസ്പതിയായിട്ട് തീരുന്നു ഇല്ലേ? ഔഷധിയായിട്ട് തീരുന്നു. മനുഷ്യാദികളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പ്രയുക്തമാകണു. നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു. സൂര്യതാപമാണ് പ്രപഞ്ചത്തിലെല്ലാം അല്ലെ? നമ്മൾ സൂര്യനെയാണ് പിതാവെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കും. അത് സൂര്യനുമായിട്ട് ചേർന്നിരിക്കുകയല്ല, നമുക്ക് കുറച്ച് ഉപയോഗങ്ങൾ അതിൽ നിന്ന് വരും അല്ലെ? അതിനെയാണ് നമ്മൾ പ്രവർഗ്യം എന്ന് പറയുക. വെയിലത്തെ പച്ചവെള്ളം എന്താണ് ചൂടാവും ഇല്ലേ? നമ്മൾ വെളിയിൽ കൊണ്ടുവച്ചാൽ ചൂടാവണം. എന്തുകൊണ്ട്? സൂര്യന്റെ ചൂട്. അപ്പൊ അത് സൂര്യന്റേതാണ്, പക്ഷെ അത് വേറൊരു പ്രയോജനത്തിന് എടുത്തു. നമ്മൾ പറയില്ലേ കാറ്റിന് ചൂടുണ്ട്, ചൂട് കാറ്റ് വരുന്നു എന്ന്. അപ്പൊ ഇതെല്ലാം തന്നെ സൂര്യന്റെ പ്രവർഗ്യ ഭാഗം അഥവാ ധർമ്മഭാഗം എന്ന് വിളിക്കുന്നു. ഇപ്രകാരം സൂര്യന്റെ ഉച്ഛിഷ്ടത്തെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഈ വിശ്വം ഉണ്ടാകില്ലായിരുന്നു. സൂര്യന്റെ ത്യാഗമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. സൂര്യൻ ഇല്ലെങ്കിൽ പ്രപഞ്ചമുണ്ടോ? ഇല്ല. ഭൂമിയുണ്ടോ? ഭൂമിയിലെ വസ്തുക്കളുണ്ടോ? ഇല്ല. ഇവിടെ ഔഷധികളില്ല, അന്നമില്ല, മനുഷ്യരില്ല, ഒന്നുമില്ല. അപ്പൊ സൂര്യൻ തന്റെ ഉച്ഛിഷ്ടത്തെ തരുന്നത് കൊണ്ടാണ്, പ്രവർഗ്യത്തെ തരുന്നത് കൊണ്ടാണ് ആ ഉച്ഛിഷ്ടത്തെ അദ്ദേഹം തന്നെ വച്ചിരുന്നു. തരുന്നില്ലായിരുന്നെങ്കിൽ പ്രപഞ്ചം ഉണ്ടോ? ഇല്ല. അപ്പൊ വിശ്വനിർമ്മിതി നടക്കുന്നത് അതുകൊണ്ടാണ്. ഇതിനെ ആധാരമാക്കിയാണ് ഉച്ഛിഷ്ടാത് സകലം ജഗത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ജഗത്തിലെ എല്ലാം ഉച്ഛിഷ്ടങ്ങളാണ്. നമ്മള് ഭാഗവതത്തെ പറയുമല്ലേ, വ്യാസോച്ഛിഷ്ടമാണ് ഭാഗവതം. വ്യാസൻ തൊടാത്തതായിട്ട് ഒന്നുമില്ല. വ്യാസന്റെ ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം പറയാത്തതായിട്ട് ഒന്നിനെ കുറിച്ചും അദ്ദേഹം പറയാതിരുന്നിട്ടില്ല, എല്ലാത്തിനും. വ്യാസൻ തന്റെ ആത്മാവിൽ വെച്ച് ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ബാക്കി നമ്മുടെ ഓരോ ലോകത്തിന് കൊടുത്തു. അതിനാണ് നമ്മൾ ഉച്ഛിഷ്ടം, അല്ലാതെ അത് എച്ചിൽ എന്നല്ല അർത്ഥം. അപ്പോ ഈ ലോകത്തിന് ആധാരമായിരിക്കുന്ന സൂര്യൻ എന്താ? അത് ആ സൂര്യന്റെ ഉച്ഛിഷ്ടമാണ് ഈ പ്രപഞ്ചം ഉണ്ടാകാൻ കാരണം. അതുകൊണ്ടാണ് ഉച്ഛിഷ്ടാത് സകലം ജഗത് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രവർഗ്യം മുൻപ് പറഞ്ഞ ശ്രുതി അനുസരിച്ച് പഞ്ചമഹായജ്ഞങ്ങളുടെ ശിരസ്സായിട്ട് അറിയപ്പെടുക. അപ്പൊ ഈ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോ നമ്മൾ കണ്ടു അല്ലേ? പല രീതിയിലുള്ള മനുഷ്യയജ്ഞത്തിൽ 5 കണ്ടു. ആ ശിരോയജ്ഞം, ഹവൃയജ്ഞം, പാകയജ്ഞം ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഈ യജ്ഞങ്ങളെല്ലാം തന്നെ അതിന്റെ ശിരസ്സായിട്ട് പറയുന്നത് ഈ ഉച്ഛിഷ്ടമാണ്. അപ്പോ ഈ ശിരസ് മുറിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് യജ്ഞത്തെ ഛിന്നശീർഷം എന്ന് പറയുന്നു. അപ്പോ ഈ പാർത്ഥിവമായിരിക്കുന്ന ഗണപതിയുടെ പ്രാണപ്രതിഷ്ഠാ രൂപമായിരിക്കുന്ന മൂഷികന്റെ ആത്മസ്വരൂപമായിരിക്കുന്ന ഘനവായു തന്നെയാണ് സ്വന്തം വ്യാപാരം കൊണ്ട് പ്രവർഗ്യത്തെ യജ്ഞത്തിൽ നിന്ന് വേർപെടുത്തുന്നത്. മൂഷികൻ എന്ന് പറഞ്ഞാൽ മൂഷികൻ അഥവാ ഛേദന കർത്താവ്. മൂഷികനാണ് ആ വിഷ്ണു തലവച്ചുറങ്ങി വില്ലിന്റെ ഞാണ് കടിച്ചു പൊട്ടിച്ചത് അല്ലെ? അതുകൊണ്ട് അതിനെ എന്താ പറയുന്നത്? ഛേദന കർത്താവ് എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാ വിഷ്ണുവിന്റെ തല തെറിക്കാൻ കാരണം? ആ ഞാണിനെ അറുത്തു. ഞാണിങ്ങനെ വിടർന്നപ്പോ വിഷ്ണു അതിൽ തലവച്ചുറങ്ങുമായിരുന്നു. വിഷ്ണുവിന്റെ മസ്തകം ഛേദിക്കപ്പെടുന്നു അല്ലേ? അപ്പൊ അങ്ങനെ അതിനെ അതായത് ബ്രഹ്മോദനം കൊണ്ടാണ് ആത്മരക്ഷ സംഭവിക്കുന്നതെന്ന് പറയുന്നു. ഇതുപോലെ ഈ പ്രവർഗ്യം കൊണ്ട് സൃഷ്ടിയുടെ സ്വരൂപവും സംഭവിക്കുന്നു എന്നർത്ഥം. വളരെ വളരെ വീണ്ടും 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 കേട്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. കാരണം ഇത് ബൃഹദാരണ്യ ഉപനിഷത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെ മൈൽഡായിട്ട്. കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഈ പ്രവർഗ്യത്തെയാണ് ആഗമശാസ്ത്രത്തിലെ കബന്ധം. ഇപ്പൊ കബന്ധ ശിവന്റെ പുറത്താ നിൽക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? ഈ കബന്ധം എങ്ങനെ വന്നു? തലയില്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ ശിവന് തലയില്ലാതിരിക്കുക. അപ്പോ ഈ തലയില്ലായ്മയാണ്, തലയില്ലാത്തത് കൊണ്ടാണ് ഈ സൃഷ്ടി ഉണ്ടാകുന്നത്. പൂർണ്ണ ശിരസോട് കിടന്നാൽ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ ഈ കബന്ധ പുരുഷന്റെ ശക്തിയാണ് ഛിന്നമസ്താദേവി. അപ്പൊ ഛിന്നമസ്തയായിരിക്കുന്ന ആ ശക്തി സംസാരം, ഈ പ്രപഞ്ചം, ഈ ജഗത്തായിട്ട് മാറുകയാണ്. അതുപോലെ അതിന്റെ നാശത്തെ ഇവിടെ നിലനിർത്തുന്ന അതേപോലെ തന്നെ തിരിച്ചതിനെ തിരിച്ചു ലയിപ്പിക്കുന്ന ശക്തിയും ആരാണ്? ഈ ഛിന്നമസ്ത തന്നെയാണ്. അപ്പൊ ഛിന്നമസ്തയായിരിക്കുന്ന ആ ദേവിക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന് സൃഷ്ടി, 2 സംഹാരം അല്ലെ? അപ്പൊ യജ്ഞമൂർത്തിയായിരിക്കുന്ന സൂര്യനിൽ നിന്ന് ഉത്പന്നമായിരിക്കുന്ന ജഡസമൂഹങ്ങളെ എല്ലാം തന്നെ യജ്ഞമൂർത്തികളാണ്. അപ്പൊ എല്ലാത്തിൽ നിന്നും ആ ഒരു പ്രവർഗ്യ ഭാഗം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നാം എല്ലാവരും തന്നെ ആ പ്രവർഗ്യം സ്വീകരിച്ചത് കൊണ്ടാണ്. ഈ പ്രവർഗ്യം എന്നൊക്കെ പറയുന്ന ടെക്നിക്കൽ വേർഡാണ്. അതെന്താണെന്ന് നമുക്കിപ്പോ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പമാണ്.
ആ പ്രവർഗ്യം സ്വീകരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രവർഗ്യത്തെ നാം പകർന്നു കൊടുക്കുന്നുമുണ്ട്. അതായത് സൂര്യൻ ആ ത്രൈലോക്യത്തിന് അഥവാ പ്രജകൾക്ക് പ്രവർഗ അന്നത്തെ പ്രദാനം ചെയ്യുന്നു. സൂര്യൻ ഉള്ളത് കൊണ്ടാണ് ചന്ദ്രൻ, ചന്ദ്രൻ ഉള്ളത് കൊണ്ടാണ് ഔഷധികള്. ഈ പ്രപഞ്ചത്തിൽ എല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാ? ആ സൂര്യൻ പ്രവർഗ്യ അന്നത്തെ കൊടുക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ രശ്മികൾ വഴി പ്രവർഗ്യ അന്നത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. വിസർഗം കൊണ്ട് ആ പ്രജാപതിയുടെ ശരീരം പ്രദക്ഷിണം വിസ്തൃതമാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആദാനം കൊണ്ട് അഥവാ സ്വീകരണം കൊണ്ട് പ്രദക്ഷിണം സന്ധാനവും ചെയ്യപ്പെടുന്നുണ്ട്. ഈ പ്രക്രിയക്കാണ് നമ്മൾ ശിരസന്ധാനം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രവൃഗ്യ യാഗം എന്ന് വിശേഷിക്കപ്പെടുന്നത്. എപ്രകാരമാണോ പ്രാണികളുടെ ശിരസ് ഛേദിക്കുമ്പോൾ അവ നിർജീവമാകുന്നത്, അതുപോലെ ഇതില്ലാതാകുമ്പോൾ യജ്ഞസ്വരൂപം നഷ്ടമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചം പ്രളയത്തിന് അധീനമാകുന്നു, പ്രളയകാലമാകുന്നു, യജ്ഞം ഇല്ലാതാകുന്നു. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് പല പല ഘടകങ്ങളുടെ യജ്ഞസ്വരൂപങ്ങൾ കൊണ്ടാണ്. ഹോതാവും ദാതാവും ഇതിന്റെ യജ്ഞത്തിന്റെ ഹവിസ് സ്വീകരിക്കുന്ന ആരാ? സൃഷ്ടി സ്ഥിതി സംഹാരകാരകരാണ് ബ്രഹ്മാവിഷ്ണു രുദ്രന്മാര്, അല്ലെ? അപ്പൊ ഇതില് ഹോമിക്കുന്ന ഹവിസ് ആരാ? ആ ഹവിസ് എടുക്കുന്ന ആരാ? ശിവനാണ്, അല്ലെ? ശിവനാണ് എല്ലാവരുടെയും ഉള്ളിൽ ജീവനായിട്ടിരിക്കുന്നത്. അപ്പോ എപ്പോഴാണോ ഇത് ഇല്ലാതാകുന്നത്, അതായത് ഈ ശിരസ് ഛേദിക്കപ്പെടുമ്പോ, ഈ ഉച്ഛിഷ്ടം കിട്ടാതാകുമ്പോ, ഈ പ്രവർഗ്യം നമുക്ക് ഇല്ലാതാകുമ്പോ എന്ത് സംഭവിക്കണു? എല്ലാം നിർജീവമാണ്. അതാണ് കബന്ധ ശിവൻ, ആ താഴെ കിടക്കുന്ന ശിവന്റെ മുകളിൽ നിൽക്കുന്ന ദേവി. അപ്പോ ഈ ആ ഒരു ബ്രഹ്മോദനത്തെ പോലെ തന്നെ പ്രവർഗ്യ ഭാഗത്തെയും യജ്ഞത്തിന്റെ ശിരസ്സായിട്ട് നമ്മൾ കാണണം, സ്വീകരിക്കണം. അവൻ എനിക്ക് തരുന്നു, ഒപ്പം തന്നെ എന്നെ തിന്നുകയും ചെയ്യുന്നു. അതാണ് ദേവി രണ്ട്, എന്താ പറയാ, സ്ട്രീം ഓഫ് ബ്ലഡ്. ആ തല വെട്ടിക്കഴിയുമ്പോ രണ്ട് സ്ട്രീം നമുക്ക് കാണാം, ഇട പിങ്കള നാടുകളിലൂടെ ഒഴുകുന്ന ജീവശക്തി. അപ്പൊ അതിനെ രണ്ട് പാത്രങ്ങൾ, ജയ വിജയ എന്ന് പറയുന്ന രണ്ട് തോഴിമാർക്ക് ദാഹിക്കുന്നു. ഇതൊക്കെ വളരെ സിംബോളിക് ആണ്, അല്ലെ? അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ ദേവി തന്റെ ശിരസ് അറുത്തു വന്നും ഈ പറയുന്ന ബ്ലഡ്, ഈ പറയുന്ന ജീവശക്തി അവർക്ക് കുടിക്കാൻ കൊടുത്തു എന്നൊക്കെയാണ് കഥ. അപ്പൊ എന്താണിത്? ദേവി തന്റെ ഇന്ന് സൃഷ്ടികാരിണിയായിരിക്കുന്ന ദേവി ചിന്നമസ്ത എന്ന് പറയുന്ന ആ രൂപം സ്വീകരിച്ചത് കൊണ്ടാണ് പ്രപഞ്ചത്തില് ഈ പറയുന്നത് എല്ലാ സൃഷ്ടികളും ഇന്ന് ഇതുപോലെ നിലനിൽക്കുന്നത്, അല്ലെ? അപ്പൊ എനിക്ക് തരുന്നു, എന്താ പറയാ, തിന്നാനുള്ളവനെ നിരന്തരം എന്താ പറയാ തിന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം തരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ജീവൻ പോയി കഴിയുമ്പോൾ ഈ ശരീരം വേറൊന്നിന്, ഈ പ്രകൃതി തന്നെ അതിനെ ഭക്ഷിക്കുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസര് എന്തിനാണ് അമ്മ ഇങ്ങനെ, എന്താ ഭയാനകമായിട്ട്, അതൊരു സ്ത്രീ എന്താ പറയാ കടൽക്കരയിൽ പ്രസവിക്കുന്നു, പ്രസവിച്ച കുഞ്ഞിനെ ഭക്ഷിക്കുന്നുണ്ട. ശ്രീരാമകൃഷ്ണ പരമഹംസര് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, മഹാമായ എന്താണ് അമ്മ ഈ ചെയ്യണത്? അമ്മ സ്വന്തം കുഞ്ഞിനെ ഭക്ഷിക്കുന്നു എന്നൊക്കെ ചോദിച്ച് പൊട്ടിക്കരഞ്ഞപ്പോ ദേവി അതിന്റെ തത്വത്തെ പ്രകടമാക്കുന്നുണ്ട്. കാരണം സൃഷ്ടിച്ചതെല്ലാം തന്നെ അത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണോ ജീവൻ ശരീരത്തെ വിട്ടുപോകുമ്പോ ഇതിന് കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളില് ഈ പഞ്ചതത്വങ്ങൾ ലയിച്ചേ മതിയാകൂ. അല്ലാതെ അത് പഞ്ചതത്വങ്ങൾ ആരാ? അമ്മ തന്നെയല്ലേ. ഭൂമി ജല അഗ്നി വായു ആകാശം പഞ്ചതത്വങ്ങളായിരിക്കുന്ന അമ്മയാണ്. അപ്പൊ ആ പഞ്ചതത്വങ്ങൾ 36 തത്വങ്ങളായിട്ട് മാറുകയാണ്. നമ്മുടെ ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഈ പറഞ്ഞ ബുദ്ധി മനസ്സ് അഹങ്കാരം എല്ലാമായിട്ട് തീർന്ന് നമ്മൾ ഓരോരുത്തരും 36 തത്വങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം, മനുഷ്യ ശരീരം. എപ്പോഴാണോ ഇതിനെ നിലനിർത്തുന്ന ജീവൻ ഇതിൽ നിന്ന് പോകുമ്പോ ഇത് വന്നിടത്തേക്ക് പ്രാണൻ വിശ്വപ്രാണനിലേക്കും പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതത്തിലേക്കും. അതുകൊണ്ടാണ് തിന്നാൻ തന്നവര് തന്നെ വീണ്ടും അവര് ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. തിരിച്ച് അതിൽ തന്നെ ലയിക്കണം. ഇവിടെ പുതിയതായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല, ഒൺലി റീസൈക്ലിംഗ്. നമ്മൾ പറയില്ലേ, നമ്മൾ വേസ്റ്റ് കൊണ്ടുവന്ന് നമ്മൾ ഒരു ചെടി നട്ടു, ഒരു മലക്കറി നട്ടു, കുറച്ച് വെജിറ്റബിൾസ് നട്ടു, നമ്മൾ കുറച്ച് ചാണകം കൊണ്ടിടുന്നു, വേസ്റ്റ് കൊണ്ടിടുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് ഭൂമിയിൽ നിന്ന് അത് വലിച്ചെടുത്ത് നമുക്ക് വീണ്ടും എന്തായിട്ട് തരുന്നു? പച്ചക്കറികളായിട്ടും പൂക്കളായിട്ടും ഒക്കെ ഈ ഭൂമി നമുക്ക് തരുന്നു, അല്ലെ? അപ്പൊ നമ്മൾ എന്താ കൊണ്ടിട്ടത്? വേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളാണ് അവിടെ കൊണ്ടിട്ടത്. അത് എന്താക്കി നമുക്ക് തന്നു? ഈ ഭൂമി. അവിടെ നടക്കുന്ന ഒരു പ്രത്യേകതരം, അത് ആരാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് ഇതെല്ലാം തരുന്നത്? ഈ മഹാശക്തി, അല്ലെ? അത് അവിടെ അവിടെ പുതിയതായിട്ട് കുറെ മണ്ണുണ്ടാവുന്നില്ല. ഒരിക്കൽ ഭൂമി പൊട്ടിത്തെറിച്ച് ഈ പലതായിട്ട് തീർന്ന് സൂര്യനും ചന്ദ്രനും ഈ പ്രകൃതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അഡീഷണൽ ആയിട്ട് ഒരു വസ്തുവും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം പിന്നെ മഹാപ്രളയത്തിൽ മാത്രമേ ഇതെല്ലാം തിരിച്ചു പോകുന്നുള്ളൂ. ഇവിടെ നമ്മൾ പുതിയ വീട് വെക്കുന്നു, പഴയ വീട്, നമ്മൾ പറയുന്ന പുതിയ സാധനങ്ങൾ, ഇവിടെ പുതിയതായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഭഗവാന് പുരാണൻ. ഇവിടെ പുതിയതായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ ഒന്ന് വേറൊന്നിന് വളമാകുന്നു. നമ്മുടെ ഇന്നത്തെ ശരീരം, നമ്മുടെ പഞ്ചകോശങ്ങൾ അടങ്ങിയ ഈ ശരീരം നാളെ
ഈ പ്രാണനുകൾ പഞ്ചപ്രാണനിൽ ലയിക്കും, ഈ ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിച്ച് അത് വേറൊന്നായിട്ട് തീരും. നമ്മുടെ ശരീരം നാളെ ചിലപ്പോൾ വാഴയോ അല്ലെ, വാഴയ്ക്ക് വളമായിട്ട് തീരുമോ, അല്ലെങ്കിൽ പ്ലാവില് വലിച്ചു കയറുമോ, അതിലെ ചക്ക തിന്നിട്ട് തിന്ന മനുഷ്യരുടെ ശരീരത്തിലൂടെ നമ്മുടെ ഈ പറയുന്ന ഈ ശരീരത്തിലുള്ള കോശങ്ങളിൽ നമ്മുടെ ഓരോ അണുക്കളിലും നമ്മുടെ ആ ഒരു ന്യൂക്ലിയസും ഈ പറഞ്ഞ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ ഉണ്ട്. ഓരോന്നും അതിനൊന്നിനും നാശമില്ല. അതുകൊണ്ടാണ് നമുക്ക് DNA എന്ന് പറയുന്നത്. എത്രയോ വർഷം മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട ഒരു ശവശരീരത്തിന്റെ തലമുടിയിൽ നിന്ന് നഖത്തിൽ നിന്നൊക്കെ നമ്മൾ എന്താ DNA കണ്ടുപിടിക്കുന്നുണ്ട് ഇത് ആരുടെയാണെന്ന്. എന്താ കാര്യം? അതിന് നാശമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു എവിടെ ജനിക്കുന്നു, എവിടെയാണ് നമ്മുടെ DNA വരുന്നത്, ആരുടെ അച്ഛൻ അമ്മമാര്, നമുക്ക് എങ്ങനെ ഇത് വന്നു ചേരുന്നു, നമ്മുടെ കർമ്മം അനുസരിച്ച് നമ്മൾ ജനിക്കേണ്ട സ്ഥലം ഈ പ്രകൃതി തീരുമാനിക്കുന്നു. നമ്മളെ നല്ല കുലത്തിൽ ജനിക്കണമെങ്കിൽ നമ്മുടെ DNA നല്ലതായിരിക്കണം അല്ലെ, നമ്മുടെ ആ സൂക്ഷ്മമായിരിക്കുന്ന വസ്തുക്കൾ, നമ്മുടെ അച്ഛനമ്മമാര് നല്ലതായിരിക്കണം, നല്ല കർമ്മങ്ങള്, നല്ല പ്രവൃത്തികള്, ശരീരത്തിൽ ഇരിക്കുന്ന ഓരോ സെല്ലിലും ആ പ്രവൃത്തിയുടെ അംശം കാണും. കാരണം ആ ശരീരത്തിൽ ഇരിക്കുന്നത് നല്ല സ്ഥലങ്ങളിൽ ലയിച്ച് നമുക്ക് അവിടുന്ന് നല്ലതായിട്ട്, നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. അത് നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്ന് വരുന്നതാണ്. അവരെവിടെ ജനിച്ചു, അവരുടെ അച്ഛനും അമ്മയും, ഇങ്ങനെ പോണു തലമുറകള്. ഇതിനെയാണ് കുലപഥം അല്ലെ. നമ്മള് കുളാമൃതൈക രസിക, കുലസങ്കേത പാലിനി, കുലാങ്കന, കുലാന്തസ്ഥ, കൗളിനി, കുളയോഗിനി. ഈ അമ്മ ഈ കുളത്തെ, നമ്മുടെ DNA എന്ന് പറയുന്ന 7 തലമുറ നമ്മളിൽ കോഡിംഗ് ആണ്, നമ്മളിൽ കോഡഡ് ആയിട്ട് കിടക്കുകയാണ്. ഈ 5 ചക്രങ്ങൾ, 6ാമത്തെ ചക്രം മനസ്തത്വവും കഴിഞ്ഞാലും ഈ കോഡിംഗ് അവിടെ ബന്ധനം, ആ സഹസ്രാരത്തിലെത്തിയ ജീവന് മാത്രമേ ഇതിനെ ഭേദിക്കാൻ സാധ്യമാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ കുരുങ്ങി വീണ്ടും വീണ്ടും ജന്മത്തിൽ വന്ന് ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങളെ, സൂക്ഷ്മ ശരീരം എല്ലാം നമ്മൾ ശുദ്ധമായിട്ട് വെക്കണം. ഈശ്വരന്റെ ഇപ്പൊ നമ്മളെല്ലാം ലളിതായ നമ അല്ലെ, നമ്മുടെ ഗോത്രം ലളിതാ ഗോത്രം, സർവം ലളിതാർപ്പണമസ്തു എന്ന് പറയുമ്പോൾ ദേവിയുടെ ചൈതന്യവുമായിട്ട് നമ്മുടെ DNA നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലക്രമേണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായു, ഇതെല്ലാം അമ്മയാണെന്ന് കണ്ട് എല്ലാം ലളിതായ നമ എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സൂക്ഷ്മ ശരീരം ശുദ്ധമായി വരും. അവിടുത്തെ അഴുക്കുകള് ഈ പറയുന്ന മഹാശക്തിയായിരിക്കുന്ന പ്രകൃതി സ്വരൂപിണിയായിരിക്കുന്ന അമ്മയുടെ തിരുനാമങ്ങൾ കൊണ്ട് ശുദ്ധമായി നമുക്ക്, അതിനെയാണ് നമ്മൾ എന്താ മനഃശുദ്ധി എന്നൊക്കെ പറയുന്നത്. മനസ്സ് ശുദ്ധമായി, ഇത് വളരെ വളരെ എന്താ പറയാ രഹസ്യമായിട്ട് നടക്കുന്ന ഒരു മാറ്റമാണ്. ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് കുലവിധ്വ, അമ്മ എങ്ങനെ കുലത്തെ ഭേദിച്ചുകൊണ്ട് മുകളിലോട്ട് വരുന്നത്. ഇത് അനേക ജന്മങ്ങളിൽ ചെയ്ത് നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമായി കഴിഞ്ഞാൽ മാത്രമേ ലളിതാ സഹസ്രനാമം പറയുമ്പോൾ അമ്മയ്ക്ക് കുലത്തെ ഭേദിക്കാൻ പറ്റുള്ളൂ. പിന്നെ കുലങ്ങളിലുള്ളതൊന്നും ആ ജീവനെ ബാധിക്കുന്നില്ല. രമണ മഹർഷിക്ക് ശരീരത്തിൽ ക്യാൻസർ വന്നു, അദ്ദേഹത്തെ അത് ബാധിച്ചില്ല. കാരണം എന്താ? ശരീരവുമായിട്ട് തീരെ താതാത്മ്യമില്ലാതായി. അതുപോലെ ശരീരബോധത്തെ നമ്മൾ അതിക്രമിക്കണമെങ്കിൽ ഈ പറയുന്ന ആദ്യം പഞ്ചഭൂത ശുദ്ധി ഉൾപ്പെടെ വരണം. അപ്പോ ഈ പറയുന്നതെല്ലാം നമ്മുടെ ശരീരം വേറൊരു എന്താ പറയാ വേറൊരു ജീവൻ, അതേ പറയാൻ പറ്റുള്ളൂ. പ്രകൃതിയിൽ എന്തും ജീവനുകളാണ് അല്ലെ, സസ്യങ്ങളാവാം, ജന്തുക്കളാകാം, മനുഷ്യരാകാം. അതിന് വളമായിട്ട് തീരണം. വാസ്തവത്തില് ഈ ആദാന വിസർഗങ്ങളെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും, റീസൈക്ലിംഗ് നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരം നമ്മളിപ്പോ വെച്ചിരിക്കുന്ന പോലെ അല്ല. ഈ ശരീരം ജീവൻ വിട്ടു പോയാല് അത് എന്തൊക്കെയായിട്ട് തീരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും ആയി തീരാം അല്ലെ. അപ്പോ ഈ എന്താ പറയാ ഈ ആദാന വിസർഗാത്മകമായിരിക്കുന്ന യജ്ഞം തുടരുന്നത് എന്ന് വരെ, പ്രളയകാലം വരെ ഈ റീസൈക്ലിങ്ങും ഉള്ളത് വരും, നിലനിൽക്കും, ഇല്ലാതാകും. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ വിശ്വം നിലനിൽക്കുന്നത് തന്നെ ഇതുകൊണ്ടാണ്. അപ്പൊ ഈ യജ്ഞത്തിന്റെ രഹസ്യം നിരൂപണം ചെയ്തുകൊണ്ടാണ് ശ്രുതി ഇത് പറയുന്നത്. എന്താണ്? അന്നാഗമ രൂപമായിരിക്കുന്ന ശിരസ്, അതായത് സന്താന യജ്ഞത്തില് സ്വസ്വരൂപത്തില് ഞാൻ പ്രതിഷ്ഠിതനാണ്. എപ്പോഴാണോ ഒരു വ്യക്തി താൻ ആത്മാവ് മാത്രമാണ്, ഇതൊന്നുമല്ല, അതിലുള്ള താതാത്മ്യത്തെ കംപ്ലീറ്റ് മാറ്റിക്കൊണ്ട് എന്താ പറയുക, ഈ അന്നമയ രൂപമായിരിക്കുന്ന പഞ്ചകോശങ്ങളടങ്ങിയ ഈ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ട് ഈ മനസ്സും ബുദ്ധിയും ഒന്നും ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ആ എന്താ പറയാ ശിരസന്ധാന യജ്ഞത്തില് സ്വസ്വരൂപത്തില്, എന്താ ശിരസന്ധാന യജ്ഞം എന്നിപ്പോ പറയുന്നത്? എല്ലാത്തിന്റെയും ശിരസ് എന്ന് പറയുന്നത് എന്താ? യജ്ഞമാണ് അല്ലെ. കാരണം നമ്മൾ ഹോമിക്കപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ തന്റെ ആത്മാവിൽ മാത്രം പ്രതിഷ്ഠനായിട്ടിരുന്നാൽ, എപ്പോഴാണോ ഇത്തരത്തിലുള്ള ശിരസന്ധാന രൂപത്തിലുള്ള അന്നാഗമനം നിലനിൽക്കുന്നത്, അന്ന് ഞാൻ കേവലം ഛിന്നമസ്തയായിട്ട് മാത്രം മാറും. ദേവി പറയുകയാണ്. അപ്പോ ഈ സമയം വരെ സർവാത്മന സർവശോഷണം ചെയ്യും. ശോഷണം നമുക്കറിയാം അല്ലേ, ആ ഒരു ആദാനം
വളർച്ച, തളർച്ച, അസ്ഥിഭാതി, ഇതെല്ലാം തന്നെ ശോഷണം എന്ന് പറയുന്നത് ഇല്ലാതാക്കപ്പെടൽ, മാറ്റം എന്നാണ് അർത്ഥം. വരുന്നു, വളരുന്നു, നിലനിൽക്കുന്നു, ശോഷിക്കുന്നു, ഇല്ലാതാകുന്നു, അപ്രത്യക്ഷപ്പെടുന്നു. 6 കർമ്മങ്ങളാണ് അല്ലെ. ഭണ്ഡാസുരന്റെ എന്താ പറയാ 60,000 വർഷമാണ് ഭണ്ഡാസുരൻ. ഒരുപാട് നമ്മുടെ പുരാണങ്ങളിൽ 60 33 ദേവതകളെ പോലെ 60,000 എന്ന് പറയുന്നുണ്ട്. ഈ 6 കർമ്മങ്ങളിലൂടെ ജീവൻ പോകുന്നതിനാണ് നമ്മൾ 60,000 എന്ന് പറയുന്നത്. ഭണ്ഡൻ 60,000 വർഷം, നമ്മൾ പറയണം 60,000 വർഷം എത്ര ജന്മങ്ങൾ എടുക്കണം നമ്മള്. ഈ ഭണ്ഡനെ ഇല്ലാതാക്കുന്നവരെ, ഭണ്ഡാസുരൻ തന്റെ ശക്തിയില്, തന്റെ ശരീരത്തിലും ശക്തിയിലും ബലം എന്ന് വിചാരിക്കുന്ന വ്യക്തി, അതാണ് ഭണ്ഡാസുരൻ. അപ്പൊ നമ്മുടെ ആ 60,000 വർഷം ജീവിക്കാന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഈ 6 കർമ്മങ്ങള്, അതായത് ശരീരത്തിന്റെ 6 കർമ്മങ്ങള്, ആ കർമ്മങ്ങളിൽ നിന്ന് എപ്പോഴാണോ നമ്മുടെ മനസ്സ് ആത്മാവിൽ ഉറയ്ക്കുന്നത്, അപ്പോ ആ രൂപത്തിൽ, അതായത് അപ്പൊ ദേവി ഛിന്നമസ്തയായിട്ടിരിക്കുന്ന ഏതൊരു മഹാമായയാണോ ഭുവനേശ്വരി രൂപത്തില് സംസാരത്തെ പാലനം ചെയ്യുന്നത്, അതേ ദേവി അന്ത്യകാലത്തില് ഛിന്നമസ്തയായിട്ട് രൂപം പ്രാപിക്കുന്നു, നാശത്തെ തരുന്നു. ഈ ദേവികളെല്ലാം തന്നെ ദശമഹാവിദ്യകളിലൂടെ ഒരു യാത്ര നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്നത് മാത്രമല്ല, അനുഗ്രഹം, തിരോധാനം എന്ന് പറയുന്ന 5 വിദ്യകളിലൂടെ നമ്മൾ സഞ്ചരിക്കും. അവസാനം കമലാംബികയായിട്ട്, ആ മാതങ്കി കമലാംബികയായിട്ട് ഒരു ജീവൻ എങ്ങനെയാണ് പൂർണ്ണമായിരിക്കുന്ന മോക്ഷത്തിൽ എത്തിച്ചേരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ 10 മഹാവിദ്യകളെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി. ഈ തത്വത്തിൽ സമാനമായിട്ടുള്ള ദർശനത്തെ നമ്മൾ ചാന്തോക്യ ഉപനിഷത്തില് കാണാൻ പറ്റും. ചാന്തോക്യ ഉപനിഷത്തിലും ഇത് പറയുന്നുണ്ട്. അപ്പോ ഏത് പ്രകാരത്തിലാണോ വ്യാപ്തമായിരിക്കുന്ന മഹത്തായ വഴി അടുത്തുള്ളതും ദൂരെയുള്ളതുമായിട്ടുള്ള 2 ഗ്രാമങ്ങളെ ഗമിക്കുന്നത്, അപ്രകാരം തന്നെ ഈ ആദിത്യന്റെ രശ്മികള് ആദിത്യ മണ്ഡലത്തിലും ഈ ലോകത്തിലും പ്രവേശിച്ചിരിക്കുന്നു. നമുക്ക് ഇവിടുന്ന് ഒരു രാഷ്ട്രത്തിൽ നിന്ന്, ഒരു രാജ്യത്തിൽ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൽ നിന്ന് അടുത്ത സംസ്ഥാനത്തിൽ കണക്ട് ചെയ്യുന്ന എന്താ, റോഡുകളാണ് അല്ലെ. ഇപ്പൊ വായുമാർഗവും സഞ്ചരിക്കും. അപ്പൊ എങ്ങനെയാണോ അത് കണക്ട് ചെയ്യുന്നത്, അപ്പൊ നമ്മുടെ ഉപരിമണ്ഡലങ്ങളെല്ലാം എന്തിലൂടെയാ നമ്മളിൽ കണക്റ്റഡ് ആവുന്നത്. നമ്മൾ ഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. ഇതിന് നമ്മൾ 17 14 ലോകങ്ങൾ എന്ന് പറയുന്ന ഉപരിലോകങ്ങളുമുണ്ട്, അധോലോകങ്ങളുമുണ്ട്. ഇവരെല്ലാം തമ്മിൽ നമ്മൾ കണക്റ്റഡ് ആണ്. എന്താ കാര്യം, ഈ 9 നവഗ്രഹങ്ങളുടെയും ശക്തി നമ്മളിലുണ്ട്. ഈ സൂര്യരശ്മിയിലൂടെ, സൂര്യരശ്മി എന്ന് പറയുന്ന ഓരോ എന്താ പറയാ ബ്രഹ്മാണ്ടത്തിനും ഓരോ സൂര്യനുണ്ട് ഇല്ലെ. ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറയുന്ന ആ ഒരു പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്യുവർ ബ്രഹ്മത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ചുണ്ടാകുന്നതാണ് സൂര്യൻ. പൊട്ടിത്തെറിച്ച് ഒരു സൂര്യൻ നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ, അതുപോലെ അനേക കോടി ബ്രഹ്മാണ്ട ജനനി, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. എല്ലാ ബ്രഹ്മാണ്ടത്തിനും ഓരോ സൂര്യനും ചന്ദ്രനും ബ്രഹ്മാവും വിഷ്ണുവും രുദ്രന്മാരും ഉണ്ടെന്ന് പറയണു അല്ലെ. ലളിതാ സഹസ്രനാമം പറയാൻ വന്നപ്പോ എത്ര വിഷ്ണുക്കളാണ്, അനേക കോടി ബ്രഹ്മാവ് വിഷ്ണു രുദ്രന്മാർ വന്നു എന്നാ ദേവിയുടെ ആ സഭാമണ്ഡലത്തില്. എന്താ ഇതിന്റെയൊക്കെ താത്വികാർത്ഥം? കാരണം സൂര്യൻ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ആളിലൂടെ നമ്മള് എല്ലാ മണ്ഡലത്തിലുള്ളവരുമായിട്ട് കണക്റ്റഡ് ആണ്. എങ്ങനെയാണോ ഒരു പാത ഒരു ദേശത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അതുപോലെ ആദിത്യ രശ്മികൾ ആദിത്യ മണ്ഡലത്തിലും ലോകത്തിലും പ്രവേശിച്ചിരിക്കുന്നു. ആദിത്യ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി പുറപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ വന്ന് നമ്മുടെ ശരീരത്തിലെ പിങ്കള നാഡികളിൽ കൂടെ, ആ പിങ്കള നാഡിയിലെ സൂര്യനാഡിയായിട്ടും ചന്ദ്രനാഡി എന്ന് പറയുന്ന ആ നാഡിയിലൂടെയും ഈ പറയുന്ന സൂര്യരശ്മികൾ തന്നെ, ആ സൂര്യൻ ചന്ദ്രനായിട്ട്, സൂര്യന്റെ പ്രതിബിംബമാണ് ചന്ദ്രൻ അല്ലെ. ചന്ദ്രൻ വേറൊരു എന്താ എക്സിസ്റ്റൻസ് ആണോ? അല്ല, സൂര്യന്റെ പ്രതിബിംബമാണ് ചന്ദ്രൻ. ഭൂമിയാണ് അതിന്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നത്. അപ്പൊ ഈ ആദിത്യ മണ്ഡലത്തിൽ എത്രയോ ദൂരം സഞ്ചരിച്ചിട്ടാണ്, അതുകൊണ്ടാണ് സൂര്യനെ ഇത്രയും സൂര്യമണ്ഡല മധ്യസ്ഥ, ഭാനുമണ്ഡല മധ്യസ്ഥ എന്നൊക്കെ അമ്മയെ പറയുന്നത്. നമ്മുടെ സൂര്യമണ്ഡലം നമ്മുടെ ഹൃദയസ്ഥാനാണ്. ആ പരബ്രഹ്മം ഇരിക്കുന്ന, പുരുഷൻ ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആ എവിടെ നിന്നോ പുറപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് പിങ്കളാദി വർണ്ണങ്ങൾ, അതായത് നാടുകളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ആ ഷടാധാരങ്ങളിൽ എന്താണ് ഈ വിബ്ജിയോർ, ആ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ 7 കളർ അത് നമ്മുടെ 7 ഷടാധാരങ്ങളിലും പ്രവേശിച്ചിരിക്കണം വർണ്ണ രൂപത്തിൽ. അതുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഈ നാടുകളിൽ നിന്ന് തുടർച്ചയായിട്ട് പുറപ്പെട്ട് അത് ആദിത്യനിൽ തിരിച്ചു ചേരുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ. ായിരിക്കുന്ന ദേവി ആ ശിര സന്ധാന രൂപത്തിലുള്ള അന്നാഗമനം നിൽക്കുമ്പോൾ നമ്മുടെ ശോഷണം ചെയ്യുന്നുവെന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. ഇതേ തത്വത്തെ ചാന്തോക്യ ഭാഷയില് ആചാര്യസ്വാമികള് ആദിത്യനും നാഡിയും തമ്മിലുള്ള സംബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധയാണ്.
കാരണം ആത്മാവ് സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ പാപസ്പർശം ഉണ്ടാകുന്നില്ല. ദേഹേന്ദ്രിയങ്ങളുമായിട്ടുള്ള ആ സ്പർശം വരുമ്പോൾ മാത്രമേ സുഖദുഃഖ രൂപമായിരിക്കുന്ന കാര്യത്തെ പ്രദാനം ചെയ്തുകൊണ്ട് ആ പാപം സ്പർശിക്കുന്നുള്ളൂ. നമ്മൾ സുഖിയാണ്, ദുഃഖിയാണ്, അതെന്തുകൊണ്ടാ വരാൻ കാരണം? ഈ പറയുന്ന ദേഹേന്ദ്രിയങ്ങളുമായിട്ടുള്ള ആ ഒരു എന്താ പറയാ സമ്പർക്കം കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. തോന്നുന്നു. ഇതെല്ലാം നമുക്കൊരു എന്താ പറയാ പ്രതിബിംബമാണ്. നമ്മള് സുഖം ദുഃഖം എന്നൊക്കെ പറയുന്നത് ഒന്നും തന്നെ ആത്മാവിനില്ല. അപ്പൊ പാപമുണ്ടോ? പാപം ചെയ്യുന്നവൾ, പാപം ചെയ്യാത്തവൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പാപം ഒരിക്കലും ആത്മാവിനെ സ്പർശിക്കുന്നില്ല. അപ്പൊ പാപത്തിന് അവിഷയമായിട്ടുള്ള സ്വന്തം രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിന് ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥയില് ജാഗ്രത സ്വപ്നാവസ്ഥയിലേക്കുള്ള ഗമനം അഥവാ സ്വരൂപ പ്രവ്യജനം ഉണ്ടാകുന്നു. മനസ്സിലായല്ലോ? പാപം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ചിന്തകളിലാണ്. പാപം എന്നൊരു കർമ്മം ഒരിക്കലും ആത്മാവിനെ ബാധിക്കുന്നില്ല. നമ്മൾ എപ്പോഴും എന്താ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്താല് ആത്മാവിന് ജാഗ്രതും സ്വപ്നവും, അതായത് അവിടെയോട്ട് ആ രണ്ട് അവസ്ഥകളിൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ആ ഗമനം എന്ന് പറയുന്നത് എന്താ പറയാ ആ സ്വരൂപം എന്ന് പറയുന്നത് വിട്ടാണ്. നമ്മളെ സുഷുപ്തിയിൽ നമുക്ക് സ്വരൂപ ദർശനം ഉണ്ടാകുന്നുണ്ട്. അപ്പോ ഈ അവിദ്യ കാമ കർമ്മങ്ങളുടെ ബീജം എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യയാകുന്ന അഗ്നിയാൽ ഗ്രഹിക്കപ്പെടുന്നത് കൊണ്ട് അതെല്ലാം തന്നെ ഇല്ലാതായി തീരും. ബ്രഹ്മവിദ്യ കൊണ്ട് മാത്രമേ നമ്മുടെ അവിദ്യ ഇല്ലാതാവുള്ളൂ. അപ്പൊ സുപ്തനായവൻ എപ്പോഴാണോ നാടുകളുടെ അന്തർഭാഗത്ത് കടന്നിരിക്കുന്ന സൂര്യ തേജസ് കൊണ്ട് എല്ലായിടത്തും വ്യാപ്തമായിട്ട് തീരുന്നത്, അപ്പോൾ അവന്റെ കരണങ്ങള്, അതായത് ബാഹ്യ വിഷയ ഭോഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഇല്ലാതാകുന്നു. പ്രവർത്തിക്കില്ല. പിന്നെ ഈ സത്യത്തെ ഉള്ളിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യ വിഷയങ്ങളിലോട്ട്, കാരണം സൂര്യരശ്മികളാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നത്, അല്ലെ? ഇത് മേൽ പറഞ്ഞിട്ടുള്ള പ്രവർഗ്യ യാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചിന്നമസ്ത ദേവിയെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? വിപരീത രീതിയിൽ വർത്തിക്കുന്ന കാമദേവന്റെയും രതിയുടെയും ഉപരിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേവിയായിട്ടാണ് കാണുന്നത്, അല്ലെ? ധ്യാന ശ്ലോകത്തിൽ അങ്ങനെയാ പറയുന്നത്. അപ്പൊ വിപരീത രതി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വിപരീത രതിയിൽ സ്ഥിതി ചെയ്യുന്ന കാമരതിമാർ, കാമനും രതിയും, കാമന്റെ ഭാര്യയാണ്, അല്ലെ? ഈ വിപരീത രതി എന്ന് പറഞ്ഞാല് കാമരതിമാർ എന്ന് പറഞ്ഞാൽ ഭാര്യ, പുത്രൻ, വിത്തം, ആ ദ്വന്ദ്വങ്ങളിലുള്ള രതിയെ സൂചിപ്പിക്കുന്നു. എപ്പോഴാണോ ശരീരവുമായിട്ട് ഞാന്, എന്റേത്, എനിക്കുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ വിത്തേഷണ, പുത്രേഷണ, ലോകേക്ഷണ എന്നൊക്കെ പറയില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള എന്റെ ഭാര്യ, പുത്രൻ, വിത്തം, എപ്പോഴാണോ നമ്മുടെ മനസ്സൊക്കെ ശരീര സംബന്ധിയായിട്ടുള്ള വസ്തുക്കളില് ആ ദ്വന്ദ്വങ്ങളില് ഉള്ള ആ രതി എന്ന് പറഞ്ഞാൽ അതിനുള്ള ആവേശം, ആഗ്രഹം, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിന് ഉപരിയായിട്ട് നിൽക്കുന്ന ചിന്നമസ്ത ദേവി എന്താ കാണിക്കുന്നത്? ആത്മാവില് രമിക്കുന്നവളാണ് എന്ന് കാണിക്കുക. അപ്പൊ ഈ ദ്വന്ദ്വാത്മകമായിരിക്കുന്ന പ്രകൃതി മായാസ്വരൂപേണ പരിണമിക്കുന്നതാണ്, അത് ദേവി തന്നെയാണെന്ന് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് സൃഷ്ടി പ്രക്രിയ അമ്മ തന്നെയാണ് ചെയ്യുന്നത്. ആ മദനരതി സമ്മേളനത്തെ തന്ത്രശാസ്ത്രത്തില് വിശേഷണമായിട്ട് പറയുന്നേ ഉള്ളൂ. കാമദേവനും രതിദേവിയും താഴെ കിടക്കുന്നു, അല്ലെ? അവരുടെ മുകളിൽ ശിവൻ കിടക്കുന്നു. ശിവന്റെ മുകളിലാണ് ചിന്നമസ്ത ദേവി നിൽക്കുന്നത്. അപ്പൊ എപ്പോഴാണോ ശരീര സംബന്ധമായിട്ടുള്ള വസ്തുക്കളിൽ നമ്മുടെ മനസ്സ് കുരുങ്ങി നിൽക്കുന്നത്, അതാണ് സത്യമെന്ന് അനേക ജന്മങ്ങളിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന ആ ശിരസ് ഛേദിച്ചു കഴിഞ്ഞാൽ മാത്രമേ, എപ്പോഴാണോ സൂര്യരശ്മികൾ നമ്മുടെ ഓരോ കോശങ്ങളിലും കയറി ആ സത്യത്തെ ഉണർന്നുകൊണ്ട് നമ്മളെ ബാഹ്യമായിരിക്കുന്ന ഇന്ദ്രിയ ഗോചരമായിരിക്കുന്ന ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നെല്ലാം പിൻവലിച്ച് സ്വന്തം ആത്മാവിൽ രമിക്കുന്നു, അതാണ് ചിന്നമസ്ത ദേവിയുടെ സ്വരൂപം. അപ്പോ ആ എന്താ പറയാ അധർവണൻ എന്ന് പറയുന്ന എന്താ പറയാ ദധ്യക് അധർവണൻ അശ്വിനി ദേവകൾക്ക് പറഞ്ഞു കൊടുത്ത മധുവിദ്യ ഇതാണ്. ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട് മധുവിദ്യ, അല്ലെ? ആ മധുവിദ്യ വളരെ വിശേഷപ്പെട്ട വിദ്യയാണ്. അപ്പൊ മധു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇതിനകത്ത് അമൃതം എന്നൊക്കെ പറയുമ്പോൾ മരണമില്ലാത്ത അവസ്ഥ കൊടുക്കുന്നതാണ് മധു. അപ്പോ ഈ പറഞ്ഞ പ്രവർഗ്യ പ്രകരണ സംബന്ധിയായി പറഞ്ഞതുപോലെ ഉള്ള ചിന്നമസ്ത ദേവിയുടെ തത്വം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ മധുവിദ്യ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം എന്തിനെ സംബന്ധിക്കാണ്? ത്വഷ്ടാവ് അഥവാ ആദിത്യനെ സംബന്ധിച്ച വിദ്യയാണ് ഈ മധുവിദ്യ എന്ന് പറയുന്നത് അവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ യജ്ഞത്തിന്റെ ശിരസിനെ ഛേദിച്ചത് കൊണ്ട് ത്വഷ്ടാവായിട്ട് അതിനെ വീണ്ടും യോജിപ്പിക്കുന്നതിനെയാണ് പ്രവർഗ്യ കർമ്മം എന്ന് പറയുന്നത്. ആ കർമ്മത്തിന് അംഗഭൂതമായിരിക്കുന്ന വിജ്ഞാനത്തെ സ്വാഷ്ടമായിരിക്കുന്ന മധു എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അതുകൊണ്ട് യജ്ഞത്തിന്റെ ശിരസ് ഛേദിക്കുകയും വീണ്ടും കൂട്ടിച്ചേർക്കുന്നതും മറ്റും ഉൾക്കൊള്ളുന്ന ദർശനമാണ് ഈ പറഞ്ഞ എന്താ പറയാ മധു ദർശനം, മധുവിദ്യ.
അപ്പോ ഈ ചിന്നമസ്ത എന്ന് പറയുന്നത് സാധാരണ ഒരു ഉപാസകന്റെ നിലയിൽ നിന്നും അനേക വർഷത്തെ ഉപാസന ബലം കൊണ്ട് മാത്രമേ നമുക്കിതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ഒരാൾക്ക് വിവരിച്ചു കൊടുക്കാൻ വാക്കുകൾ കൊണ്ട് പറ്റുന്ന ഒരു ഉള്ള വിദ്യ അല്ല ഇത്. കാരണം ഒരു ഗുരു എപ്പോഴാണോ ശിഷ്യൻ അതിന് പാകപ്പെടുന്നത്, അവന്റെ നോട്ടത്തിലൂടെ പൂർണ്ണ അനുഗ്രഹത്തിലൂടെ മാത്രമേ ശിഷ്യന് അവന്റെ പഞ്ചകോശ നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരത്തിലെ എന്താ പറയുക ഉള്ളിലേക്ക് കയറി ഈ പറയുന്ന ആവരണ വിച്ഛേദനങ്ങളെല്ലാം ചെയ്ത് ഈ പറയുന്ന എന്തൊക്കെയാണോ ആത്മാവിനെ മറച്ചിരിക്കുന്ന മാലിന്യങ്ങളെ എല്ലാം മാറ്റിക്കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ആത്മാവിലെ മനസ്സ് സ്വസ്ഥമായിരിക്കുന്നു. വേറെ യാതൊരു വിധത്തിലുള്ള ചലനവുമില്ലാതെ പൂർണ്ണമായിരിക്കുന്ന സ്വരൂപത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ചിന്നമസ്ത തത്വത്തെ ഉൾക്കൊള്ളാൻ സാധ്യമാവൂ. അല്ലാതെ ഇത് വാക്കുകൾ കൊണ്ട് പറഞ്ഞത് കൊണ്ടോ ഇത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് അതിൽ ഉറപ്പിക്കുമ്പോൾ നമുക്ക് ചിന്നമസ്ത ദേവി, അതായത് എപ്പോഴാണോ ആ ശിരസ് ഇല്ലാതെ നിൽക്കുന്നത്, ആ ശിരസില്ലാത്ത തത്വം എന്താണ് എന്ന് പറയുന്ന പോലെ നമുക്ക് ആ തത്വത്തിൽ പൂർണ്ണമായിട്ട് ബോധിച്ച് നമുക്ക് അവിടെ എത്താൻ സാധിക്കും. അതിന് ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ചിന്നമസ്ത എന്ന് പറയുന്ന തത്വം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശ്രീമാ